വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഒരാളിൻ്റെ ജീവൻ സമരം കാരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പൊതുവിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് ആരോഗ്യവകുപ്പിനെതിരായ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഏതെങ്കിലും വിഷയം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ്സിന് സമരം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ ബിനു അയാളെ വിഷം കഴിച്ച് ആശുപത്രിയിലെത്തുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അയാളെ അവിടെ ചികിത്സിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് റെഫർ ചെയ്യുന്നു. സ്വാഭാവികമായി രോഗിയെ ആംബുലൻസിൽ കയറ്റി തിരിക്കാൻ വേണ്ടിയുള്ള ഘട്ടം വന്നപ്പോഴാണ് ആംബുലൻസിന് സമരക്കാർ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തടഞ്ഞത്. അപ്പോൾ ആംബുലൻസ് ഒരിക്കലും തടയാൻ പാടില്ല. കാര്യം നമ്മൾ പണിമുടക്ക്, ഹർത്താൽ, ബന്ദ് ഇതെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ പോലും ആംബുലൻസ് ആരും തടയാറില്ല. പ്രകടനം നമ്മൾ നടത്തുകയോ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് വന്നാൽ ഒരു ആംബുലൻസിൻ്റെ സൈറൻ കേട്ടാൽ എല്ലാവരും അവരവരുടെ വാഹനങ്ങൾ ഒതുക്കി കൊടുക്കും, മാറിക്കൊടുക്കും ആംബുലൻസിന് പോകാൻ. കാര്യം അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു രോഗിയുമായിട്ട് അവർ പോകുന്ന യാത്രയാണ്. അപ്പോൾ അത് ചരിത്രത്തിൽ ഇന്ന് വരെ ആംബുലൻസ് തടഞ്ഞായിട്ട് എൻ്റെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ അവർക്ക് ആംബുലൻസ് വിട്ടതിന് ശേഷം അവരുടേതായിട്ടുള്ള സമരം അവർക്ക് ആശുപത്രിയിൽ നടത്തുന്നതിൽ നമുക്ക് ആർക്കും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഇവിടെ അവർ സമരത്തിൻ്റെ പേരിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു സമീപനമാണ് കൈക്കൊണ്ടത്. അത് ഒരു ആദിവാസി യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല, ഒരു സമരക്കാർക്കും ഭൂഷണമല്ല. ഇതവർ തിരുത്തണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആശുപത്രി ജീവനക്കാർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതായത് സൂപ്രണ്ട് അടക്കം, ഡോക്ടർമാരടക്കം, പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം, സിസ്റ്റേഴ്സ് അടക്കം വന്ന് പറഞ്ഞിട്ടും അവരെ കൂടെ അവർക്കെതിരായി അവരെ ചീത്ത വിളിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതെല്ലാം ചെയ്തിട്ട് അവർ സമരക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കേരളത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു സമീപനത്തിനെയും സമരക്കാർ എതിർക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയെന്നോ ഏതെങ്കിലും സംഘടന എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം ഈ സമീപനം, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട്. കുടുംബത്തിനും അതിൽ ശക്തിയായിട്ടുള്ള പ്രതിഷേധവും പരാതിയുമുണ്ട്. അതെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതോടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു ഈ വീട് സന്ദർശിക്കുകയും മരണപ്പെട്ട ആളിൻ്റെ ഭാര്യയും മക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം.